ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോംപ്ലിമെൻ്ററി കെമിസ്ട്രി വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ഒരു മെയിൻ എസ്സേ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്. നമ്മളിതിന് മുമ്പുള്ള ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എസ്സേയൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. Compounds having the same molecular formula but different structural and spatial arrangement is called isomerism. And the phenomenon is called isomerism. അതായത് അപ്പം സെയിം മോളിക്കുലാർ ഫോമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറും അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും ഉണ്ട്. കോമ്പൗണ്ട്സിന് സെയിം മോളിക്കുലാർ ഫോർമുല കാണും, പക്ഷേ പലതരത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇതിനെയാണ് ഐസോമിയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫിനോമിനനെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പല സ്ട്രക്ചറും സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റും ഉള്ള ആ ഒരു ഫിനോമിനനാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ എസ്സേ ചോദിക്കുമ്പോൾ എന്താണ് ഐസോമെറിസം എന്ന് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഫസ്റ്റ് എഴുതിയിരിക്കണം. ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ഇറ്റ് ഈസ് കാൾഡ് സ്ട്രക്ചറൽ ഐസോമെറിസം. ഇപ്പം സ്ട്രക്ചറലിലാണ് ഡിഫറൻസ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഐസോമെറിസത്തിനെയാണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലാണ് ഡിഫറൻസ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഐസോമെറിസത്തിനെയാണ് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐസോമെറിസം മെയിനായിട്ടും 2 കാറ്റഗറിയാണുള്ളത്: സ്ട്രക്ചറൽ ഐസോമെറിസം ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. Difference in structure is called structural isomerism. Isomerism caused by the difference in structure. സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ഇൻ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഈസ് കാൾഡ് സ്റ്റീരിയോ ഐസോമെറിസം. അപ്പോൾ ഇത് ഇത്രയും ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഷോ ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമെറിസം. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ സ്ട്രക്ചറൽ ഐസോമെറിസവും അതുപോലെ തന്നെ സ്റ്റീരിയോ ഐസോമെറിസവും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം, അതിൻ്റെ എക്സാമ്പിൾസ്, സ്റ്റീരിയോ ഐസോമെറിസം നോക്കുമ്പം ഈ എസ്സേ കംപ്ലീറ്റ് ആകും. ചിലപ്പം സ്ട്രക്ചറൽ ഐസോമെറിസം മാത്രമായിട്ട് എസ്സേ ചോദിക്കും. എങ്ങനെ എസ്സേ ചോദിച്ചാലും ഞാൻ ഇത്രയും പറഞ്ഞ സെൻറ്റൻസ് നിങ്ങളുടെ കോമൺ ഇൻട്രൊഡക്റ്റീവ് പാസേജ് ആയിരിക്കണം. അതത്രയും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്ട്രക്ചറൽ ഐസോമെറിസം അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും നോക്കാം. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെറിസം, കോർഡിനേഷൻ കോമ്പൗണ്ട് ഷോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമെറിസം. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ് കാണിക്കുന്നത്. അയണൈസേഷൻ ഐസോമെറിസം കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് കാണിക്കുന്ന ഐസോമെറിസമാണ് അയണൈസേഷൻ ഐസോമെറിസം. ഹൈഡ്രേറ്റ് ഐസോമെറിസം ഉണ്ട്, ലിങ്കേജ് ഐസോമെറിസം ഉണ്ട്, കോർഡിനേഷൻ ഐസോമെറിസം ഉണ്ട്, കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ അയണൈസേഷൻ ഐസോമെറിസമാണ്. അയണൈസേഷൻ ഐസോമെറിസത്തിൽ വരുന്നതാണ്, സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ വരുന്നതാണ് ഇത്രയും. ഫസ്റ്റ് വൺ അയണൈസേഷൻ ഐസോമെറിസം തന്നെ നോക്കാം. This type of isomerism is due to the exchange of ion between the coordination sphere of the metal ion and ions outside the sphere. അപ്പം പേര് പോലെ തന്നെയാണ്, എക്സ്ചേഞ്ച് ഓഫ് അയോൺ ആണ് ഇവിടെ പോസിബിൾ ആവുന്നത്. ആരൊക്കെ തമ്മിലുള്ളതെന്നും കൂടെ നോക്കാം. കോർഡിനേഷൻ സ്പിയറിൻ്റെ മെറ്റൽ അയോണും അതുപോലെ തന്നെ സ്പിയറിന് പുറത്തുള്ള അയോണുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഓഫ് അയോൺസിനെയാണ് നമ്മുടെ അയണൈസേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പം എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആണ് ഇവിടെ സംഭവിക്കുന്നത് ബിറ്റ്വീൻ ദ കോർഡിനേഷൻ സ്പിയർ ഓഫ് ദ മെറ്റൽ അയോൺ കോർഡിനേഷൻ സ്പിയറിലെ മെറ്റൽ അയോണും അതുപോലെ തന്നെ അയോൺസ് ഔട്ട്സൈഡ് ദ സ്പിയറും. അയോൺസ് സ്പിയറിന് പുറത്തുള്ള അയോൺസുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രോൺ എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നത്. അതിനൊരു എക്സാമ്പിളാണ് CONH3 BrSO4 അതുപോലെ തന്നെ CONH3 SO4 അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ CONH3 BrSO4 എടുക്കുകയാണ്. ഇതിനൊരു റെഡ് വയലറ്റ് സൊല്യൂഷനാണ് ഇത് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ CONH3 BrSO4 നമ്മൾ ബേരിയം ക്ലോറൈഡിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു റെഡ് വയലറ്റ് സൊല്യൂഷനായിരിക്കും കിട്ടുന്നത്. പക്ഷേ AgNO3 ആഡാക്കുന്നതെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നില്ല. BaCl2 ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു റെഡ് വയലറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയും
AgNO3 ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ Br ബ്രോമിൻ എന്ന് പറയുന്നത് ഇൻസൈഡിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് SO4 2- ഔട്ട്സൈഡ് ദ സ്പിയർ ആണ്. അപ്പോൾ Br എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്പിയറിൻ്റെ ഇൻസൈഡിലുമാണ്, SO4 2- എന്ന് പറയുന്നത് ഔട്ട്സൈഡിലുമാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. അപ്പം അത് അങ്ങനെ ഒരെണ്ണം പഠിച്ചു വെച്ചേക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം എളുപ്പത്തിന് എഴുതാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു തരാം. PtCl2 NH3 4 ടൈംസ് Br2 ഉണ്ട്. PtBr2 NH3 4 ടൈംസ് Cl2. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം, എക്സാമ്പിൾ എഴുതണം. ഇനി നിങ്ങൾ ഇപ്പം തന്നെ നമുക്ക് 5-6 ഐസോമർസം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പം ഏതെങ്കിലും മറന്നു പോയാൽ നിങ്ങൾ ഡെഫിനിഷൻ തെറ്റുകൂടാതെ തന്നെ പഠിച്ചു വെച്ചേക്കണം. എക്സാമ്പിൾസും എഴുതി തന്നെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഹൈഡ്രേറ്റ് ഐസോമറിസം. This type of isomerism is due to the exchange of water between the inside and outside of the coordination sphere. അല്ലേ, ഹൈഡ്രേറ്റ്, വാട്ടർ, ഇതെല്ലാം പേര് വെച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എപ്പോഴും കോർഡിനേഷൻ സ്പിയറിൻ്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും തമ്മിലുള്ളവരായിട്ടായിരിക്കും എക്സ്ചേഞ്ച് ആവുന്നത്. അതും നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അപ്പം എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കോർഡിനേഷൻ സ്പിയർ ആണ് ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയൊരു എക്സാമ്പിളാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. COCl En twice H2O Cl2 ആൻഡ് COCl2 En2 Cl H2O എന്നുള്ളത്. ഞാൻ ഈ ഇക്വേഷൻസ് ഒന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ എക്സാമ്പിൾസ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അത്ര മനസ്സിലാവത്തില്ല. കാരണം അത് നമ്മൾ എഴുതി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സ്പിയറിനുള്ളിലും സ്പിയറിന് പുറത്ത് എഴുതുന്നതും ഒക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങളത് വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ സ്വയം എഴുതി ടെക്സ്റ്റിൽ നോക്കി എഴുതി പഠിക്കുക. ഞാൻ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും അല്ലെങ്കിൽ എഴുതി വെച്ചായാലും പഠിക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. ഇനി എന്താണ് ലിങ്കേജ് ഐസോമറിസം നോക്കാം. അപ്പോൾ certain ligands can donate electron pair at 2 different sites and the isomerism due to this is called linkage isomerism. അപ്പോൾ എന്താണ്, ചില ലിഗാൻസിന് എന്ത് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. എവിടെ നിന്ന്? 2 ഡിഫറൻറ്റ് സൈറ്റിൽ നിന്ന്. 2 ഡിഫറൻറ്റ് സൈറ്റിൽ നിന്ന് തന്നെ ചില ലിഗാൻസിന് ഇലക്ട്രോൺ പെയേഴ്സിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐസോമറിസമാണ് ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതാ നോക്കി. CONH3 5 ടൈംസ് NO2 Cl2ഉം CONH3 5 ടൈംസ് ONO Cl2ഉം. ഇവിടെ NO2 ONO കണ്ട, NO2 NO2 എന്ന് പറയുമ്പോഴും ONO എന്ന് പറയുന്നതും ONOയിൽ NO2യിലും അത് രണ്ടും ഒരു ലിഗാൻഡാണ്. ഈ ലിഗാൻഡിന് NO2 എന്ന് പറയുന്ന മോഡലിലും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ONO എന്ന് പറയുന്ന മോഡലിൽ, അതായത് O സിംഗിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് O, മറ്റേത് N ഡബിൾ ബോണ്ട് O. അങ്ങനെ ഡിഫറൻറ്റ് സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്. ഈ 3 എണ്ണവും പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കോർഡിനേഷൻ ഐസോമറിസം ആണ്. അപ്പോൾ കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻസ് ഇൻ ദ കോർഡിനേഷൻ സ്പിയർ ഓഫ് കാറ്റയോണിക് ആൻഡ് ആനയോണിക് പാർട്സ്. ഒരു കോർഡിനേഷൻ സ്പിയറിലെ കാറ്റയോണിക് പാർട്ടിൻ്റെയും ആനയോണിക് പാർട്ടിനും ഇടയിൽ നടക്കുന്ന ലിഗാൻസിൻ്റെ എക്സ്ചേഞ്ചാണ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ബോത്ത് കാറ്റയോണിക് ആൻഡ് ആനയോണിക് കോംപ്ലക്സ്. ഒരു കോമ്പൗണ്ടിൽ ബോത്ത് കാറ്റയോണിക് ആൻഡ് ആനയോണിക് കോംപ്ലക്സ് ഉള്ളിടത്ത് മാത്രമാണ് ഈ കോർഡിനേഷൻ ഐസോമറിസം പോസിബിൾ ആവുന്നത്. ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻസ് ഇൻ ദ കോർഡിനേഷൻ സ്പിയർ ഓഫ് കാറ്റയോണിക് ആൻഡ് ആനയോണിക് പാർട്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഇത്തിരി സിമ്പിളായിട്ട് തോന്നിയ ഒരു എക്സാമ്പിളാണ് PtNH3 4 ടൈംസ് PtCl4 ആൻഡ് PtClNH3 3 ടൈംസ് PtCl3 NH3 ആണ്. ഒത്തിരി എളുപ്പമുള്ളൊരു എക്സാമ്പിളായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാം. നെക്സ്റ്റ്, കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമറിസം പറഞ്ഞ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമറിസം. This type of isomerism is observed in
ബ്രിഡ്ജറ്റ് കോംപ്ലക്സ് ആൻഡ് റിസൾട്ട്സ് ഫോം ഡിഫറൻറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ലിഗാൻഡ്സ്. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? ബ്രിഡ്ജറ്റ് കോംപ്ലക്സസിലാണ്. ബ്രിഡ്ജറ്റ് കോംപ്ലക്സസ് എന്ന് പറയുമ്പോൾ ആ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കണ്ട NH3 4 ടൈംസ് കഴിഞ്ഞിട്ട് ആ 2 COയും OH ആയിട്ടൊരു ബ്രിഡ്ജ് ലൈക്ക് കോംപ്ലക്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കുറച്ച് ടഫാണ്, നിങ്ങൾ എഴുതി പഠിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കോർഡിനേഷൻ പൊസിഷൻ ഐസോമർസം മാത്രം 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് കോർഡിനേഷൻ പൊസിഷൻ ഐസോമർസം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അത് പറഞ്ഞു തരുന്ന രീതി പാടാണ്. നിങ്ങൾ ആ ഫിഗർ നോക്കി എഴുതി പഠിക്കാൻ തന്നെ വേണം. അല്ലാണ്ട് പറഞ്ഞു പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബ്രിഡ്ജ്ഡ് കോംപ്ലക്സസിലാണ് ഇത്തരത്തിലുള്ള ഐസോമർസം, കോർഡിനേഷൻ പൊസിഷൻ ഐസോമർസം പോസിബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഐസോമർസത്തിൻ്റെ വിവിധ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു. സ്ട്രക്ചറൽ ഐസോമർസം വിത്ത് എക്സാമ്പിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ സ്റ്റീരിയോ ഐസോമർസം ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷനാണ് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സ്റ്റീരിയോ ഐസോമർസം എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലിഗാൻഡ്സ് അറൗണ്ട് സെൻട്രൽ മെറ്റൽ. ദീസ് ആർ 2 ടൈപ്സ്. അപ്പം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഡിഫറൻസിലുണ്ടാകുന്നതാണ് സ്റ്റീരിയോ ഐസോമർസം എന്ന് പറഞ്ഞത്. ഇത് 2 ടൈപ്പാണ്. ആരൊക്കെയാണ്? ജോമെട്രിക്കൽ ഐസോമർസവും ഒപ്റ്റിക്കൽ ഐസോമർസവും. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിസും ട്രാൻസും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജോമെട്രിക്കൽ ഐസോമർസം നോക്കാം. ജോമെട്രിക്കൽ ഐസോമർസം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലിഗാൻഡ്സ് ഓക്യുപ്പൈയിങ് ഡിഫറൻറ്റ് പൊസിഷൻസ് അറൗണ്ട് ദ സെൻട്രൽ മെറ്റൽ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഡിഫറൻറ്റ് പൊസിഷനിൽ ലിഗാൻഡ്സ് ഒക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ജോമെട്രിക്കൽ ഐസോമർസം ഉണ്ടാകുന്നത്. When 2 identical ligands occupy adjacent position, the isomers is called cis isomerism. അറിയാമല്ലോ, അഡ്ജസൻറ്റ് പൊസിഷനിലാണ് 2 ലിഗാൻഡ്സ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ അതിനെ സിസ് ഐസോമർസം എന്നാണ് പറയുന്നത്. ആൻഡ് വെൻ ദേ ഓക്യുപ്പൈ ഓപ്പോസിറ്റ് പൊസിഷൻ ദ ഐസോമിയേഴ്സ് ആർ കാൾഡ് ട്രാൻസ് ഐസോമിയേഴ്സ്. അപ്പം നമ്മുടെ ലിഗാൻഡ്സ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ അതിനെ ട്രാൻസ് ഐസോമർസം എന്നും പറയുന്നുണ്ട്. ഇനി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഓഫ് ദ ടൈപ്പ് ഹാവ് Ma2B2. Ma2B2 എന്ന ടൈപ്പായിരിക്കും സ്ക്വയർ പ്ലാനാറിൽ വരുന്നത്. ഇനി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഹാവ് Ma2B4 ഷോ ജോമെട്രിക്കൽ ഐസോമർസം. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. PtCl NH3 എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ 2 മോഡൽ തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ സിസും തന്നിട്ടുണ്ട്, ട്രാൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സ്ക്വയർ പ്ലാനാറും തന്നിട്ടുണ്ട്, ഒക്ടാഹെഡ്രലും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോമെട്രിക്കൽ ഐസോമർസം പഠിക്കാനും സിമ്പിളാണ്, എക്സാമ്പിൾസ് എഴുതാനും വളരെയധികം. അപ്പോൾ ഇനി എന്താണ് ഒപ്റ്റിക്കൽ ഐസോമർസം നോക്കാം. This type of isomerism arises when a molecule of the complex is not superimposable on its mirror image. മിറർ ഇമേജുമായിട്ട് സൂപ്പർ ഇമ്പോസിബിൾ ആവാത്ത കോംപ്ലക്സിലാണ് ഇത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഐസോമർസം പോസിബിൾ ആവുന്നത്. അതായത് സിമ്പിളാണ്, കോംപ്ലക്സ് അസിമെട്രിക് ആയിരിക്കും. കോംപ്ലക്സ് അസിമെട്രിക് ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമർസം, അതായത് ഇത് മിറർ ഇമേജുമായിട്ട് സൂപ്പർ ഇമ്പോസിബിൾ ചെയ്ത് കാണത്തില്ല. അതാണ് ഒപ്റ്റിക്കൽ ഐസോമർസം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കോംപ്ലക്സിനെ നമ്മൾ മിററിൽ കാണിച്ചാൽ എങ്ങനെ കിട്ടും, അതാണ് നമ്മൾ നോക്കാനുള്ളത്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ എങ്ങനെയാണ്? CO En ട്രോയ്സ് 3+ എന്ന മോഡലിലും COEn ടോയ്സ് Cl2 ഹോൾ പ്ലസ് എക്സെട്ര മോഡലിലും ഈ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമർസം നമ്മൾ എക്സാമ്പിളൊക്കെ എഴുതുമ്പം അത് നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം എഴുതിയാൽ മാത്രമേ, നിങ്ങൾ ഒരു ഐസോമർസത്തിനെ എടുത്ത് മിററിൽ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും ആ രീതിയിലായിരിക്കണം എക്സാമ്പിൾസ് എഴുതാനുള്ളത്. ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമർസത്തിൽ പഠിക്കാറുണ്ട്. സിസ് ഉണ്ട്, ഇതിൽ തന്നെ സിസ്സിൻ്റെ സിമിലർലി സിസ് പോലെ ഉണ്ട്, ഒപ്റ്റിക്കലി ആക്റ്റീവും ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവും ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡസ് നോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമർസമാണ്. അതായത് ഇത് സിമെട്രിക്കാണ്. നമ്മുടെ സിസ് ഫോമാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണത്. നമ്മുടെ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഐസോമർസം എന്ന് പറയുന്നത് ഡസ് നോട്ട് ഷോ ആണ്. സോ ഇറ്റ് ഈസ് സിമെട്രിക്കാണ്. ട്രാൻസിൻ്റെ കാര്യമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം
ഇത്തരത്തിൽ നമുക്ക് ഒരു നാലോളം എക്സാമ്പിൾസ് നമ്മളെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വരച്ച് പഠിക്കണം. അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും നമ്മൾ എഴുതാൻ പഠിച്ചിരിക്കണം. ഒരു മിററിൽ കാണിക്കുന്നത് എങ്ങനെയും നമ്മൾ മിററിൽ കാണിക്കുമ്പോൾ എന്താണ് പോസിബിൾ, ഇത് തിരിഞ്ഞു വരും, ആ രീതിയിൽ വരയ്ക്കണം.